സ്വാമിയുടെ ഇവിടുത്തെ ആശ്രമത്തിലെ പ്രോഗ്രാംസ് ഒക്കെ ഒന്ന് പറയാമോ? നമസ്കാരം. സ്വാമി VKN നന്ദിയോടെ ആണ് ഗ്രാമം. ഇവിടെ അദ്വൈതാശ്രമം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1.5 വർഷമായി ഇതിൻ്റെ പുറപ്പാടിലാണ്. അദ്വൈതാശ്രമത്തിൽ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക്, വരും തലമുറകൾക്ക് നമുക്ക് ആരോഗ്യപരമായും ആരോഗ്യത്തിലും അക്കാദമിക്സ്, ആർട്സ്, സ്പോർട്സ് വിഷയങ്ങളിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവർക്ക് ആവശ്യമുള്ള എല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാ ഞായറാഴ്ചകളിലും 1/2 മണിക്കൂർ സൈക്ലിംഗ്, അത് കഴിഞ്ഞ് 1/2 മണിക്കൂർ യോഗ, 1/2 മണിക്കൂർ ധ്യാനം ആണ് ഇപ്പോൾ ശീലിച്ചുകൊണ്ടിരിക്കുന്നത്. 15-20 കുട്ടികളുണ്ട് ഇപ്പോൾ. ഞായറാഴ്ച രാവിലെ പോവും. 6:00 തുടങ്ങി ഏകദേശം 9:30 വരെയാണ് സമയം. ഒരു 1.5 വർഷം മുമ്പാണ് ഈ ക്രോസ് കൺട്രി സൈക്ലിംഗ് നമ്മുടെ നാട്ടിൽ വളരെ അനിവാര്യമായിട്ട് തോന്നിയത്. ആരോഗ്യം, ആഗോളതാപനം, സൈക്കിളാണ് ഒറ്റമൂലി. അപ്പം കാറിലായിരുന്നു, ടാറ്റ സഫാരി ടിക്കറിലായിരുന്നു തന്നൂരിൽ തിരിച്ചെത്തുന്നത്. പക്ഷെ അത് മനസ്സിലാക്കിയത് ഈ കാറ് ഒരു കുടുംബത്തിന് 1-2 പേർക്ക് യാത്ര ചെയ്യാനായിട്ട് ഓരോ കുടുംബത്തിനും 2, 3, 4 കാറുകളൊക്കെ ഉള്ള കാലഘട്ടമാണ് ഇപ്പം. അപ്പം ഇപ്പം സൈക്കിൾ എല്ലാവരും മറന്നു പോവാണ്. ഇപ്പം ചെറിയ കമ്മ്യൂട്ടറുകൾ 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 4-5 കിലോമീറ്ററൊക്കെ സൈക്കിളിൽ പോകുന്നേ ഉള്ളൂ എന്നുള്ള മനസ്സിലായത് ഒരു 4-5 വർഷം മുമ്പാണ്. അപ്പോൾ ആരോഗ്യത്തിനാണെങ്കിലും ഞങ്ങൾ കുട്ടികളെ ഒന്ന് അവർ മനസ്സിലാക്കാനായിട്ട് ഞങ്ങൾ ക്രോസ് കൺട്രി സൈക്ലിംഗ് റാലികളും മത്സരങ്ങളും തുടങ്ങി. ഇവിടുന്നാണ് അത് തുടങ്ങിയത്. നന്ദിയോടെ നിന്ന് ഒരു 10-12 കിലോമീറ്ററൊക്കെ ആയിരുന്നു ആദ്യം റാലിയായിട്ട് തുടങ്ങിയത്. പതുക്കെ അത് ഇപ്പം ക്രോസ് കൺട്രി സൈക്ലിംഗ് എന്നുള്ളൊരു ബ്രാൻഡായി മാറി. ഇപ്പോൾ നമ്മൾ ഓരോ 3 മാസം കൂടുമ്പോഴും ഒരു സൈക്ലിംഗ് മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് നന്ദിയോട്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഈ കഴിഞ്ഞ മത്സരത്തിന് കർണാടകയിൽ നിന്നും ആൾക്കാർ സൈക്ലിംഗ് അത്ലറ്റുകൾ നന്ദിയോട് വന്നു. ഒരു കഴിഞ്ഞ മത്സരത്തിൽ ഏകദേശം 76 പേരാണ് പങ്കാളികളായത്. കേരളം മൊത്തം, തമിഴ്നാട് മൊത്തം ഈ ഒരു സൈക്ലിംഗ് മത്സരങ്ങൾക്ക് വേണ്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഞങ്ങളുടെ കഴിഞ്ഞ മത്സരം നടന്നത് CCC 5 നടന്നത് 72 കിലോമീറ്റർ ഒരു മാരത്തോൺ റണ്ണിങ് ആയിരുന്നു, മാരത്തോൺ സൈക്ലിംഗ് ആയിരുന്നു. അത് റോഡ് സൈക്ലിങ്ങും ഈ മൗണ്ടൻ സൈക്ലിംഗ് ഉപയോഗിച്ചുകൊണ്ട് നന്ദിയോടും തുടങ്ങിയിട്ട് മീനാക്ഷിപുരം വഴി ഗോപാലപുരം കറങ്ങി നന്ദി വഴി എങ്ങനെ തിരിഞ്ഞ് ഇവിടെ എത്തണം. 36 കിലോമീറ്ററായി. അങ്ങനെ 2 റൗണ്ട് അടിക്കണം. അങ്ങനെ 72 കിലോമീറ്റർ ആയിരുന്നു CCC 5-ന്റെ മത്സരം. CCC 5-ൽ 72 പേരുണ്ടായിരുന്നു. CCC 4 നടന്നത് മീൻകറി വെച്ചിട്ടായിരുന്നു. അത് ഓഫ് റോഡ് മത്സരമായിരുന്നു. ഇപ്പോൾ CCC 5 കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൈക്കിൾ പ്രൊമോട്ട് ചെയ്യുക, ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക ഈ സന്ദേശം. സൈക്കിള് എല്ലാവരും ആരോഗ്യത്തിനാണെങ്കിലും നമ്മൾ വലിയ ഈ ആശയങ്ങളുള്ള ആഗോളതാപനത്തിനാണെങ്കിലും സൈക്കിൾ തന്നെയാണ് ഒറ്റമൂലി. അതെ, എനിക്ക് പ്രമേഹം ഉണ്ടായിരുന്നു, BP കൂടുതലായിരുന്നു, പിന്നെ ഓവർ വെയിറ്റ് ആയിരുന്നു പണ്ടൊക്കെ. സൈക്ലിങ്ങിന് 4-5 വർഷം കൊണ്ട് 0 ഡയബറ്റീസ്, നോർമൽ BP, വെയിറ്റും കുറഞ്ഞു. കുട്ടികൾക്കും കൂടെ സൈക്കിൾ ചവിട്ടാൻ തുടങ്ങി. ഡെയിലി 20 കിലോമീറ്റർ ചവിട്ടും മിനിമം. അടുത്ത മത്സരം CCC 6 മിക്കവാറും ഏപ്രിൽ എൻഡോട് കൂടിയോ അല്ലെങ്കിൽ ചിലപ്പം ഓഗസ്റ്റിലായിരിക്കാനാണ് സാധ്യത. അതെ, CCC 6 ഉണ്ടാവും അടുത്ത. സൈക്ലിംഗ് ഒരു മത്സരമായിട്ടോ റാലിയായിട്ടോ കരുതുന്നവരായിരിക്കണം. 1 കിലോമീറ്റർ ഏകദേശം 25-30 കിലോമീറ്റർ ചവിട്ടാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ടെങ്കിൽ ഇതിൽ പങ്കെടുക്കാൻ കഴിയും. അപ്പോൾ അത് ഏത് ടൈപ്പ് സൈക്കിളാണ് കൊണ്ടുവരേണ്ടത്? Under 16, Under 18, Under 23, Above 23, Masters, അങ്ങനെ കുറേ കാറ്റഗറീസ് ഒക്കെ ഉണ്ട്. ഇതിൽ 3 തരം സൈക്കിളുകളുണ്ട്. ഒന്ന് ട്രാക്ക് സൈക്ലിംഗ്, മൗണ്ടൻ സൈക്ലിംഗ്, റോഡ് സൈക്ലിംഗ്, റോഡ് ബൈക്കുകൾ.
അപ്പം അതിൽ ഇവിടെ ഉപയോഗിക്കുന്നത് റോഡ് സൈക്കിളുകളും മൗണ്ടൻ ബൈക്കുകളും അതിൻ്റെ മത്സരങ്ങളാണ് നടക്കുന്നത്. നമുക്ക് ട്രാക്കില്ല. ട്രാക്കിന് നല്ല തിരുവനന്തപുരത്തുള്ള പോലുള്ള ഒരു സിന്തറ്റിക് ട്രാക്കുകൾ വേണം ട്രാക്ക് സൈക്കിൾ. അതിനുള്ള വേദി ഇല്ല. പാലക്കാട് തിരുവനന്തപുരത്തുണ്ട്. അതെ, വെലോഡ്രാം എന്നുള്ള ഒരു സായിയുടെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സായിയുടെ വെലോഡ്രോമിലാണ് ഈ ട്രാക്ക് സൈക്ലിങ്ങിനുള്ള ഒരു അതിന് കുറച്ച് ഏരിയ മതി. അതിന് 400 സ്ക്വയർ മീറ്ററിൻ്റെ ഏരിയ ആവശ്യമുള്ളൂ. അതെ, പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈ ആണ്. 5-6 കോടി രൂപ വേണ്ടി വരും ഒരു ട്രാക്ക് ഉണ്ടാക്കാനായിട്ട്. ഇപ്പം തൽക്കാലം നമ്മുടെ ഇവിടെ മൗണ്ടൻ ട്രാക്കുകളുണ്ട്. പിന്നെ പ്രധാന റോഡുകളിലൊന്നും വലിയ ട്രാഫിക്കുകളില്ല. അതുകൊണ്ട് നല്ലൊരു ടീമുണ്ട്. ഇപ്പോൾ CCCക്ക് ആയിട്ട് നല്ലൊരു ടീമുണ്ട്. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ പങ്കെടുക്കാൻ വരുന്നുണ്ടല്ലേ? തമിഴ്നാട്ടിൽ നിന്ന് മൊത്തം, അതായത് മധുരൈ, കാശി, തെങ്കാശി, അതുപോലെ പോണ്ടിച്ചേരി, പിന്നെ മദ്രാസ്, ഈറോഡ്, മിക്ക സ്ഥലങ്ങളിൽ നിന്നും പങ്കെടുക്കാൻ ആൾക്കാരുണ്ട്. കേരളത്തിൽ 1-2 മത്സരങ്ങളെ കേരളത്തിൽ പ്രൈവറ്റ് മത്സരങ്ങൾ നടക്കാറുള്ളൂ. ഒന്ന് ടൂർ ഓഫ് തേക്കടി എന്ന് പറഞ്ഞൊരു മത്സരം നടക്കുന്നുണ്ട്. മലപ്പുറത്തൊന്നും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് CCC പ്രചാരത്തിൽ വരുന്നു. നല്ല ഒരുപാട് കാര്യങ്ങൾ CCCക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാവരും നമ്മുടെ കുട്ടികളാണെന്നുള്ള സങ്കല്പത്തിലാണ് സാർ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് അല്ലേ? അതെ, ഒരു വർഷമായി ഈ ചിന്ത തുടങ്ങിയിട്ട്, അദ്വൈത ചിന്ത തുടങ്ങിയിട്ട്. അദ്വൈതം ഒന്നേ ഉള്ളൂ, രണ്ടില്ല എന്നുള്ളൊരു ചിന്തയാണത്. അതിന് ശേഷമാണ് ഇത് ഞാൻ 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു ഈ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷേ ഒരു വർഷമായി ഈ ചിന്ത തുടങ്ങിയിട്ട്. നമുക്ക് മാത്രം പോരല്ലോ, നമ്മുടെ കുട്ടികൾക്ക് മാത്രം പോരാ. എല്ലാ കുട്ടികളും നമ്മുടെ കുട്ടികളാണെന്നുള്ള അദ്വൈത ചിന്ത വന്നതിന് ശേഷമാണ് ഇതിൻ്റെ എന്താ പറയുക ഡിസൈൻ തന്നെ മാറ്റി. ഫസ്റ്റ് ഫ്ലോർ ഇപ്പോൾ ഒരു കൺവെൻഷൻ ഹാള്, ഇതിനകത്ത് 55 കുട്ടികൾക്കുള്ള പഠിക്കാനുള്ള എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുന്നു. ഇനി യോഗ, ധ്യാനം, അല്ലെങ്കിൽ അവരുടെ ചർച്ചകൾ, ഡിബേറ്റുകൾ, കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവരുന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം എല്ലാം ചുറ്റുപാടുന്നുള്ള കുട്ടികൾ, ഒരു 10 കിലോമീറ്ററിൻ്റെ ഒരു ചുറ്റൽ, ഒരു സർക്കംഫറൻസിലാണ് കുട്ടികൾ മുഴുവനുള്ളത്. മറ്റു ജില്ലകളിൽ നിന്ന് വന്നാൽ എടുക്കുമോ സാർ? അങ്ങനെയൊന്നും ആലോചിക്കാൻ തുടങ്ങിയിട്ടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ഇപ്പം തുടങ്ങി വെച്ചിരിക്കുന്നത് ഒരു ലൈബ്രറി തുടങ്ങണം. അപ്പോൾ ഈ 2nd ഫ്ലോറിൽ ലൈബ്രറിക്ക് വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു നാട്ടമ്പുറത്തുള്ള ഒരു ഇവിടെയൊന്നും വായനശാലയില്ല നമ്മുടെ നാട്ടിൽ. ഒരു ഇഷ്ടംപോലെ പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ 600-ലധികം പുസ്തകങ്ങളുണ്ട്. അത് വെച്ചൊരു ലൈബ്രറി തുടങ്ങുന്നുണ്ട് നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ വരുന്ന കുട്ടികൾക്ക് അവരുടെ 5ാം ക്ലാസ്, 6ാം ക്ലാസ്, 7ാം ക്ലാസ് മുതൽ 10 വരെ ഉള്ള കുട്ടികളുണ്ട്. അവരെ കൈപിടിച്ച് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം. ഒരു 5 വർഷക്കാലം അവർ നമ്മൾ കൊണ്ടുവരാൻ കഴിയുകയാണെങ്കിൽ അവർ 12th കടക്കും. 12th കടന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു ഏരിയയിലേക്ക് അവർക്ക് നമുക്ക് പുഷ് ചെയ്ത് വിടാൻ കഴിയും. അത് ഏത് മേഖലകളാണെങ്കിലും അവർ തിരഞ്ഞെടുക്കുന്ന മേഖലയിലേക്ക് നമുക്കൊരു നല്ലൊരു പരിസ്ഥിതി ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ലക്ഷ്യം. എന്നാ മീനാ കിടക്കുന്നത്? ഗൗരാമിയാണ്. ജയൻ ഗൗരാമി. സ്ലിപ്പാവണ്ട. ഈ മീനിപ്പോൾ എത്ര കാലമായതാ? ഈ പുല്ലെന്തുവാ?
ഇതെന്തുവാ പച്ച ഇതൊരു ഓർണമെന്റൽ പുല്ലാണ്, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. ഓർണമെന്റൽ മറ്റേ ഒരു നഴ്സറിക്ക് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഓർണമെന്റലാണ്, ചെറിയതായിട്ട് ഒരു നഴ്സറിക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇവിടുന്ന്. ഈ വെള്ളം ഇങ്ങനെ ഓരോ ഒഴുകി വരും അല്ലേ? ഫില്ലായിട്ട് തിരിച്ച് ഇതിലെ തിരിച്ചിങ്ങോട്ട് തന്നെ വരും. ഒരു ദിവസം എത്ര പ്രാവശ്യം സർക്കുലേറ്റ് ചെയ്യും? തിയറിക്കൽ സർക്കുലേഷനാണ്. 2 മണിക്കൂറിൽ ഒരു പ്രാവശ്യം. 2 മണിക്കൂറിൽ ഒരു പ്രാവശ്യം. 2 മണിക്കൂറിൽ ഒരു പ്രാവശ്യം നനയ്ക്കണം നമ്മൾ നമ്മുടെ മീഡിയയെ. അതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇത് ലൈറ്റ് ഫാമിംഗ് എന്നും കൂടെ ഇതിനെ പറയാം. ലൈറ്റ് ഫാമിംഗ് എന്ന് പറയുമ്പം പകൽ വെളിച്ചത്തിൽ മാത്രം വർക്ക് ചെയ്താൽ മതി. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ വർക്ക് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ മീനും അതുപോലെ ഇതിലുള്ള പച്ചക്കറികളും ഇതിലുള്ള മൈക്രോബ്സും എല്ലാം ഉറക്കമായിരിക്കും ആ സമയത്ത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ DC സോളാറുണ്ട്. സോളാർ ബാറ്ററി ഇല്ലാതെ തന്നെ ആ സൺലൈറ്റ് അവേഴ്സിൽ മാത്രം വർക്ക് ചെയ്യിപ്പിച്ച് ഇത് ചെയ്യിപ്പിക്കാൻ പറ്റും. 24 മണിക്കൂറും കറണ്ട് വേണ്ട. ഇത് സോളാറാണ് ഈ മോട്ടർ? അല്ല, ഇത് നമുക്കിവിടെ 100% സബ്സിഡി ഉണ്ട്. സോളാറിന് പിന്നെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കറണ്ട് പോകാറില്ല. 100% KCB തരുമോ? 100% സബ്സിഡിയാണ് ഈ സിസ്റ്റത്തിൽ. അങ്ങനെ ഉണ്ടല്ലേ? അങ്ങനെ നിയമമുണ്ട്. അതിന് അതായിരുന്നു പണ്ട് കിട്ടിയവർക്കൊക്കെ അത് കിട്ടി. ഇനി കിട്ടുമോ? ഇനിയും എനിക്ക് തോന്നുന്നു മീൻ വളർത്താനായിട്ട് 75% സബ്സിഡിയാണുള്ളത്. പക്ഷേ അഗ്രികൾച്ചറൽ സബ്സിഡി 100% ഉണ്ട്, പലർക്കും ഉണ്ട്. ഉണ്ടല്ലേ? പിന്നെ നിർത്തിക്കളഞ്ഞല്ലേ? നിർത്തിക്കളഞ്ഞാണോ കുറച്ച് പേർക്ക് മാത്രം കൊടുക്കുന്നുള്ളൂ കാര്യം എനിക്ക് അത്ര വ്യക്തത. ആപ്ലിക്കേഷൻ കൊടുത്താൽ അതിന് തീരുമാനം ഉണ്ടാവും അല്ലേ? അതെ. ഇന്ന് 1 സ്ക്വയർ മീറ്റർ 2 സ്ക്വയർ മീറ്റർ 1 സെന്റ് വരെയുള്ള പ്രൊജക്റ്റുകൾക്ക് ഏത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. വലിയ പണം പുഴമണലാണെങ്കിലും നോ പ്രോബ്ലം. വീടുകളിലേക്ക് ആവശ്യമുള്ള പ്രൊജക്റ്റുകൾക്കൊക്കെ പുഴമണലോ വഴിയെടുത്ത് നിന്ന് കിട്ടുന്ന മണലോ ചലിച്ചെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. പക്ഷെ കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റിലോട്ട് പോകുമ്പോൾ എല്ലാം ശാസ്ത്രീയമായിട്ട് തന്നെ ചെയ്യുമ്പോഴാണ് നമുക്കത് സസ്റ്റൈനബിൾ ആക്കാൻ കഴിയുക. വളരെ ചെറിയ അല്ലെങ്കിൽ ഒരു ഹെൽപ്പും ഉണ്ട് അല്ലെങ്കിൽ സപ്പോർട്ടും ഉണ്ട് ഒരു പ്രൊജക്റ്റ് റൺ ചെയ്യാൻ കഴിയണം കുറേ കാലം. അതന്നെ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. അതെ. എവിടെ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇതിപ്പോൾ 8 വർഷം കഴിഞ്ഞു ഇവിടെ തുടങ്ങിയിട്ട്. ഈ മണൽ എത്ര പ്രാവശ്യം മാറ്റിക്കാണ്? ഇത് ഞാൻ പറഞ്ഞില്ലേ, 3ാമത്തെ പ്രാവശ്യമാണ് മണൽ മാറ്റുന്നത്. പക്ഷെ അതിന് കാരണം ഉണ്ടായിരുന്നു. 2 പ്രാവശ്യം ഉപയോഗിച്ച മണൽ ശാസ്ത്രീയമായിട്ടില്ലായിരുന്നു. നമ്മൾ പണം ലാഭിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഉപയോഗിച്ചായിരുന്നു. ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ 4 വർഷമായി. ഇതിനി മാറ്റേണ്ടി വരില്ലെന്നാണ് ഡോക്ടർമാർക്കും പറയുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ ഇത് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ജൈവ മണ്ണായി മാറി. അപ്പോൾ ജൈവ മണ്ണ് പിന്നെ മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. അതിനാവശ്യമുള്ള നമ്മൾ പോഷകം കൊടുത്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. ഈ മണലിന് എന്നാ വിലയുണ്ട്? ഇത് വില എന്ന് പറയുമ്പം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഫ്ലക്ച്വേറ്റ് ആവുന്നുണ്ട്. ഒരു ടണ്ണിന് ഏകദേശം 4000 മുതൽ 5000 രൂപ വരെ ടണ്ണിന്. അത് ആന്ധ്രയിൽ നിന്ന് വണ്ടിക്ക് ലോറിക്ക് കൊണ്ടുപോകും. അതെ. നമ്മളവിടെ പോയി എടുക്കുക. അതെ, അതിനുള്ള ടീമുണ്ട്. അത് മുഖാന്തരം എത്തിക്കുന്നതാണ് ചെയ്യേണ്ടവർക്ക് സാർ ഇറക്കി കൊടുക്കും. അതെ. തക്കാളിക്ക് പറിച്ച് രണ്ടാമത് കൃഷി ചെയ്തതാണോ? എത്രയോ പ്രാവശ്യം കുറച്ച് കുറച്ച് മാറ്റിക്കൊണ്ടിരിക്കും, പുതിയത് വെച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം മണലായിട്ടിരിക്കും അല്ലേ? മണലാണ് അത്. ഇതിനിടയ്ക്ക് ഇവിടെ പാത്തി പോലെ ഉണ്ടല്ലോ, അതിലൂടെ വെള്ളം ഒഴുക്കും.
അത് എപ്പോഴാണ് സമയം? പീരിയോഡിക്കായിട്ട് വരും, പീരിയോഡിക്കലായിട്ട് മാറി മാറി വരും. എത്ര സമയം? ഓട്ടോമേറ്റഡ് ആണ്. ആണോ? അതെവിടെയാ സിസ്റ്റം എവിടെയാണ്? ഒരു ഓപ്പറേറ്ററേ ഉള്ളൂ, ഒരു ഓപ്പറേറ്റർ മാത്രം മതി. കാരണം രാത്രി ഒരു പണിയും ഇതിനകത്തില്ല. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ യൂണിറ്റിന് 1 ഏക്കർ വരെ ഒരു ഓപ്പറേറ്ററുടെ ആവശ്യമുള്ളൂ. പക്ഷെ 2 പേര് ഒരു റിഡൻഡന്റ് സപ്പോർട്ടിന് ഒരാൾ കൂടെ ആവശ്യമാണ്. ബാക്കിയെല്ലാം ഏകദേശം ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് ആയതുകൊണ്ട് അവരുടെ പണി എന്ന് പറഞ്ഞാൽ വിത്തുകൾ ഇട്ടുകൊണ്ടിരിക്കുക, എവിടെയെങ്കിലും വിത്തിടുക, മീനിന് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുക, പിന്നെ ഹാർവെസ്റ്റ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഈ CSR സബ്സ്ക്രൈബേഴ്സിന് വേണ്ടത് കൊണ്ട് എത്തിച്ചു കൊടുക്കുക ഒരു വീട്ടിൽ. ഇത് മാത്രമാണ് പണി. അപ്പോൾ അതൊരു സെൽഫ് സസ്റ്റൈനബിൾ ഓപ്പറേഷനായി മാറ്റി എടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അവർക്ക് ആവശ്യമുള്ള കൂലിയും അല്ലെങ്കിൽ അവരുടെ ചിലവിനുള്ളതും നമുക്ക് ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരിക്കും. ബാക്കിയുള്ളതെല്ലാം പ്രോഫിറ്റ് തന്നെയാണ്. അപ്പോൾ വേറെ ഓപ്പറേഷൻ ഇല്ല, വേറെ കോസ്റ്റ് വരുന്നില്ല. മീനിൻ്റെ തീറ്റ 80% ഓൺ ഫാം ഇൻപുട്സ് ആയതുകൊണ്ട് നമ്മൾ 80% തീറ്റ കുറച്ചു. ഒരു ഓപ്പറേറ്ററേ ഉള്ളൂ, അവരുടെ കൂലിക്കുള്ളത് നമുക്ക് ഇന്ന് കിട്ടും. പിന്നെ കറണ്ട് 100% സബ്സിഡിയാണ്. പിന്നെ ആദ്യത്തെ നമ്മുടെ മുതൽ മുടക്ക് ചെയ്തത്, അതായത് 8 വർഷം മുമ്പ്, അത് മഴമറ, അതിപ്പോഴും ഉണ്ട്, നോ പ്രോബ്ലം. അത് വേണമെന്ന് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മഴമറ ആവശ്യമാണോ? കേരളത്തിൽ മഴമറ ഒരു അവിഭാജ്യ ഘടകമാണ്. കാരണം ഏകദേശം 7-8 മാസം മഴ പെയ്യുമല്ലോ നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് മഴമറയിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇതിൻ്റെ pH ഒക്കെ നോക്കണോ? pH ഒരു വലിയൊരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബയോളജിക്കൽ സിസ്റ്റം ആയതുകൊണ്ട് ചെയ്യുന്നതിന് മുമ്പ് pH നോക്കണം. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ pH നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് നാച്ചുറലൈസ് ആയിട്ട് ഇത് pH സ്റ്റെബിലൈസ് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്, നാച്ചുറലി. പക്ഷെ അത് നമ്മൾ എൻഷുർ ചെയ്യണം ആദ്യമേ തന്നെ. മണൽ സെലക്ട് ചെയ്യുമ്പോഴും വെള്ളം സെലക്ട് ചെയ്യുമ്പോഴും pH ന്യൂട്രലായിട്ടുള്ള വെള്ളമാണെങ്കിൽ ഇത് അസിഡിക് പ്രോസസ്സാണ്. ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാലും ലോവർ pH ആയിരിക്കും. അറൗണ്ട് 6.4, 6.8 pH നിൽക്കും. തുടങ്ങുമ്പോൾ 7.4 ആയിരുന്നു. മണൽ ന്യൂട്രലാണല്ലോ, ന്യൂട്രൽ pH ആണ്. pH ഒന്നും നോക്കേണ്ട ആവശ്യമേ ഇല്ല, വന്നിട്ടില്ല. ഈ കുളത്തിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയാമോ? അത് ഡോക്ടർ മാർക്കിൻ്റെ ഡിസൈനാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ പാരബോളിക് ഷേപ്പ് കനാൽ ടാങ്ക് എന്ന് പറയും. അടി ബോട്ടം ബി ഷേപ്പാണ്. എത്ര വേണമെങ്കിലും നമുക്ക് നീളം കൊണ്ടുപോകാൻ പറ്റും. വളരെ ലോ കോസ്റ്റ് കൺസ്ട്രക്ഷനാണ്. കാരണം വെറുതെ ഡെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ടാർപോളിൻ അല്ലെങ്കിൽ ഇത് ജിയോ മെമ്പറിൻ ലൈനർ ഏകദേശം 750 GSM ആണിത്. 750 GSM ആണ് ഉപയോഗിച്ച് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം 750 GSM നമുക്ക് 20 വർഷക്കാലം നോട്ട് എ പ്രോബ്ലം. നമ്മളിപ്പോൾ 100-150 GSM ചെയ്തു ആദ്യം. കറക്റ്റ് 1.5 വർഷത്തിൽ ദ്വാരം വീഴാൻ തുടങ്ങി. 340 ചെയ്തു, 3 വർഷത്തിൽ ഡിസിൻറ്റിഗ്രേറ്റ് ആവാൻ തുടങ്ങി. 500 GSM ചെയ്തു, 5 വർഷത്തിൽ സാധനം പോയി. ഇപ്പം ആണ് മനസ്സിലാക്കിയത് ഏറ്റവും കൂടുതൽ നമ്മൾ GSM ഉള്ളത് എടുക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്ക്. എത്ര വർഷം? ഇതിപ്പോൾ 4 വർഷമായി ഇത് ഉപയോഗിച്ചിട്ട്. 20 വർഷം നിൽക്കുന്നതാണ് കമ്പനി പറയുന്നത്. ഇതെവിടുന്നാണ് കിട്ടുന്നത്? അവൈലബിൾ ആണ്. 750+ GSM അവൈലബിൾ ആണ്. ഒരു കമ്പനി ഉണ്ട് പൂനെയിൽ വരുത്തുന്നതാണ്. അതെ, ഇതിൽ വേറെ എക്സ്പെൻസ് ഒന്നുമില്ല. വളരെ സിമ്പിൾ പ്ലംബിംഗ് സിസ്റ്റമേ ഉള്ളൂ. അതുപോലെ തന്നെ അഡീഷണൽ ഫിൽട്രേഷൻ്റെ ഒന്നും ആവശ്യമില്ല അക്വാപോണിക്സിൽ. നോർമലി ബാക്കി RASൻ്റെ ഫിൽറ്റർ, ഡീഗ്യാസിങ് ചാമ്പർ, അതുപോലെ തന്നെ ബയോ ഫിൽറ്റേഴ്സ് പലതും, ഇതൊന്നും ആവശ്യമില്ല. കാരണം ഇവിടെ മണലാണ്. അവരാണ് 5000 വർഷമായിട്ട് നമ്മുടെ കുടിവെള്ളത്തിന് ഫിൽട്രേഷൻ ചെയ്തു തരുന്നത്. അത് തന്നെയാണ് പ്രോസസ്സ്. നാച്ചുറൽ ഫിൽറ്ററിങ് പ്രോസസ്സാണ്. ഈ മണൽ എവിടുന്നാണ് എടുത്തത്? മണൽ നമ്മൾ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പ്യുവർ മണൽ കിട്ടാനായിട്ട് ചില ഭാഗങ്ങളിൽ കേരളത്തിൽ അവൈലബിൾ ആണ്. ഇത് കൊണ്ടുവരുന്നത് ആന്ധ്രയിൽ നിന്നാണ്. ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്നത് നമ്മൾ ക്രഷ് ചെയ്ത് ഇത് നമ്മൾ ആവശ്യതനുസരണം പാർട്ടിക്കൽ സൈസ് പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്ത് എന്നിട്ടാണിത് നമ്മുടെ പ്രൊജക്റ്റുകളിലേക്ക് എത്തിക്കുന്നത്. ഇത് മൂന്ന് പ്രാവശ്യം ഞങ്ങൾ മണൽ മാറ്റി ഈ പ്രൊജക്റ്റിൽ. ആദ്യം നമ്മൾ തോന്നിയ പോലെ മഠത്തിനും മിഠത്തിനും ചെയ്യുന്ന പോലെ കുറേ പുഴമണലൊക്കെ ഉപയോഗിച്ചു. അത് ക്ലോഗ് ആവാൻ തുടങ്ങി. കാരണം അതിൽ പൊടി ഡസ്റ്റുകൾ കൂടുതലാണ്, ഇമ്പ്യൂരിറ്റീസും കൂടുതലായിരുന്നു. pH ക്രമാതീതമായിട്ട് പ്ലസും മൈനസൊക്കെ ആവും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എംസാൻഡ് ഉപയോഗിച്ചു. അതിലും pHൻ്റെ പ്രശ്നങ്ങളാവും. അതൊക്കെ മാറ്റി പിന്നെ നമ്മളിപ്പോൾ കോട്സ് സിലിക്ക സാൻഡ്, CO2
CO2 എന്നുള്ള ശുദ്ധമായിട്ടുള്ള ഇനേർട്ടായിട്ടുള്ള മണലാണ് കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റുകളിൽ ഉപയോഗിക്കുന്നത്. ഇതിന് എത്ര മീനാണ് കിട്ടുന്നത് ആഴ്ചയിൽ? ആഴ്ചയിലൊക്കെ അന്നൊക്കെ 3 കിലോ കൊടുത്തു. ഇപ്പോൾ ഒരു ദിവസമൊക്കെ 7 കിലോ കൊടുക്കും ആഴ്ചയിൽ. ആഴ്ചയിൽ സ്ഥിരമായിട്ട് പിടിച്ചോണ്ടിരിക്കും. ഇപ്പം പിടിക്കുന്നതിന് ബാക്കി കുഞ്ഞുങ്ങളെ വേറെ വളർത്തി അങ്ങോട്ട് തന്നെ വരും. അതുണ്ട്. ഈ വെള്ളത്തിന് പച്ചനിറം ഇല്ലല്ലോ, അതെന്താ? പച്ചവെള്ളം അങ്ങോട്ട്, പച്ചനിറമുള്ള വെള്ളം കഴിച്ചിട്ട് അങ്ങോട്ട് വിടും. അങ്ങോട്ട് വിടും. അങ്ങോട്ട് പുതിയ വെള്ളം. സാധാരണ ഇങ്ങനെയുള്ള കുളമെല്ലാം പച്ച നിറത്തിൽ അല്ലേ? പഴയ വെള്ളം അങ്ങോട്ട് പോകും, ചെടിക്ക് പോയി പുതിയ വെള്ളം. അപ്പോൾ നമ്മൾ മാത്രമേ ജോലിക്കുള്ളൂ? പച്ചക്കറിയൊക്കെ എവിടെയാണ് കൊടുക്കുന്നത്? ആൾക്കാർ വരും വാങ്ങിക്കും. ഇതെന്നാ ചായ മത്സ്യമാണ്? ചീര, മീനൊക്കെ. ഇത് നല്ലോണം തിന്നുമായിരുന്നല്ലേ? വീട് ഇവിടെ അടുത്താണ്? പേരെന്താണ്? എല്ലാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ കാണും? 5 മണി വരെ. 5 മണി വരെയാണ്. ഓൾറൈറ്റ്. ഇതിൻ്റെ സംയോജിക്കുന്ന ഭാഗമായിട്ട്, ഇൻറ്റഗ്രേഷൻ്റെ ഭാഗമായിട്ട് പെർമാകൾച്ചറിൽ ഉപയോഗിക്കുന്ന ബനാന സർക്കിൾസ് 9 അടി ചുറ്റളവിൽ നമുക്ക് 9 വാഴ കൊണ്ടുവരാൻ പറ്റും. ഏകദേശം 2-2.5 അടി ഗ്യാപ്പിൽ ഇതിന് ചുറ്റും വാഴ കൃഷി വരുമ്പം നടുക്ക് മാത്രം അതിന് നമ്മൾ വെള്ളം നനയ്ക്കുക അല്ലെങ്കിൽ വെള്ളം കൊടുക്കുക ചെയ്താൽ മതി. വാഴ വെക്കുന്ന സർക്കിളായിട്ട് വെക്കും. അതെ, നടുക്ക് ഈ കുളത്തിൽ നിന്നുള്ള വെള്ളം അടിക്കും. അതെ, അതാണ് ഈ ബനാന സർക്കിൾ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 2 വിളവായി ഇപ്പോൾ. ഇത് 3ാമത്തെ വാഴകൾ വരികയാണ് ഇപ്പോൾ. ആ സെയിം തന്നെ ഉണ്ടായിക്കോളൂ. അതിന് ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ പുതിയ വാഴകൾ വന്നു. എല്ലാ വാഴയും വെക്കാൻ പറ്റുമോ? എല്ലാ വാഴകളും പറ്റും ഇതിൽ, തീർച്ചയായിട്ടും. ഏത്തവാഴ. അതെ. അപ്പോൾ അതിൽ ബിൽ മോളിസൺ, പെർമാകൾച്ചറിൻ്റെ ഗുരു ബിൽ മോളിസൺ പറയുന്നത് 1 ഏക്കർ നമ്മൾ ചെയ്യുന്ന വാഴ കൃഷിയിൽ ബനാന സർക്കിൾ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ 3 ഏക്കർ വരുമാനം കിട്ടുന്നതാണ് പറയുന്നത്. അതെ. അപ്പോൾ അത്രയും സ്ഥലം നമുക്ക് ജോമെട്രിക് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. പരിചരണം കുറയും. നല്ല വെള്ളം കിട്ടുന്നതുകൊണ്ട് എല്ലാ കാലവും കൊലയുണ്ടാവും. അതെ, തീർച്ചയായിട്ടും. ഇത് വെള്ളം അടിക്കുവാണോ അല്ല അടിക്കണോ? അതെ, ഇത് അവിടെ നിന്ന് വെള്ളം ഒരു 10% വെള്ളം നമ്മൾ ഇതിലേക്കൂടെ പുറത്തുള്ള കൃഷിക്ക് കൊണ്ടുവരും. അവിടെ നിന്ന് വെള്ളം ഇതിലേക്കൂടെ. അതെ, പൈപ്പിൽ കൊണ്ടുവരും. അത് ഇടയ്ക്ക് ഓൺ ചെയ്യും. അതെ, അവിടെ നിന്ന് ഓൺ ചെയ്തോട്ട് മാറ്റി വിടും. ഈ മോട്ടർ എത്രയുടെ വെച്ചിരിക്കുന്നത്? മോട്ടർ എയറേഷൻ മോട്ടറുണ്ട്, പിന്നെ സർക്കുലേഷൻ മോട്ടറുണ്ട്. സർക്കുലേഷൻ മോട്ടറൊക്കെ വളരെ ചെറുതാണ്. അതായത് ചെറിയ എനിക്ക് തോന്നുന്നു 110 വാട്ട്സിൻ്റെ ആണ്. 110 വാട്ട്സിൻ്റെ ഒക്കെ ഉള്ളൂ. ഇത് 1 HP ബ്ലോവറാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതെ. ദിവസം എത്ര പ്രാവശ്യം ഇത് ഓപ്പൺ ആക്കുന്നതെന്ന് പറഞ്ഞു? ഈ സർക്കുലേഷൻ 6 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ ഓപ്പൺ ആയിക്കൊണ്ടേയിരിക്കും. അത് ഒരു പമ്പ് അറ്റ് എ ടൈം ഓടുള്ളൂ ഒരു സിസ്റ്റത്തിൽ. അത് സീക്വൻഷ്യൽ ടൈമർ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ഭാഗത്തും മാറി വന്നു. ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് എല്ലാം. അപ്പോൾ ഇറിഗേഷനും ഫർട്ടിഗേഷനും ഇവിടെ ഇല്ല. ആകെ ഉള്ളത് വിത്ത് ഇട്ടുകൊണ്ടിരിക്കണം. ഗ്യാപ്പുകളിൽ പുതിയ ചെടികൾ എവിടെയാണ് ഗ്യാപ്പ് വരുന്നത് അവിടെ ഇട്ടുകൊണ്ടിരിക്കണം. മറ്റുള്ളവിടെ നിന്ന് ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ സിസ്റ്റമാണ് ലോകം മുഴുവൻ അങ്ങ് പ്രചരിപ്പിക്കുന്നത്. ഇപ്പോൾ സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, ഇൻറ്റഗ്രേറ്റ് ചെയ്യുക മാക്സിമം ആസ് മച്ച് ആസ് പോസിബിൾ. ചിലവ് കുറയ്ക്കുക ആസ് മച്ച് ആസ് പോസിബിൾ. വേറെ എന്തൊക്കെ പരീക്ഷണങ്ങളാണ് നടക്കുന്നത് ഇവിടെ? ഇപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് അക്വാപോണിക് സിസ്റ്റത്തിൽ ഇതൊക്കെ തന്നെയാണ് പഠിച്ചത്. എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ പച്ചക്കറികൾ കൊണ്ടുവരാൻ കഴിയും, ഏതൊക്കെ മീൻ എത്ര കാലം കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഓരോ ഈ കാറ്റഗറിയിലും ഉള്ള നിരീക്ഷണങ്ങളാണ് വീനസ് പ്രൊജക്റ്റ് മുഖാന്തരം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് പ്രധാനമായിട്ടും മീനിൻ്റെ വളർച്ചയും അതുപോലെ തന്നെ ജയൻറ്റ് ഗൗരാമിയെ നമ്മൾ കൊമേഴ്ഷ്യൽ ഫീഡ് കൊടുത്താൽ എന്ത് സാധ്യതകളാണുള്ളത്, ജയൻറ്റ് ഗൗരാമിയെ കൊണ്ട് തിലേപ്പിയ മീനുമായിട്ട് കോമ്പറ്റീഷൻ കൊണ്ടുവരാൻ കഴിയുമോ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ജയൻറ്റ് ഗൗരാമിക്ക് നല്ലൊരു പ്രചാരം കിട്ടും. ഇവർ തമ്മിൽ വഴക്കൊന്നുമില്ലേ? രണ്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ വഴക്ക് തന്നെയാണ്. തിലേപ്പിയ ജയൻറ്റ് ഗൗരാമിക്ക് തീറ്റയൊന്നും കൊടുക്കില്ല. തിലേപ്പിയ അഗ്രസീവ് ഫീഡേഴ്സാണ്, ജയൻറ്റ് ഗൗരാമി സ്ലോ ഫീഡേഴ്സാണ്. അപ്പോൾ ജയൻറ്റ് ഗൗരാമിക്ക് തീറ്റ കിട്ടില്ല. ഒരു രണ്ടിനും ഒരുമിച്ച് വിട്ട് കഴിഞ്ഞാൽ. പക്ഷേ ഇതുപോലുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ കനാൽ ടാങ്കുകളിൽ ജയൻറ്റ് ഗൗരാമിയെ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് നീന്താൻ ഇഷ്ടം പോലെ സ്പേസായി. അപ്പോൾ എല്ലാ മീനും ഹാപ്പി ആയിരിക്കും, സ്ട്രെസ് കുറവായിരിക്കും എന്നാണ് കണ്ടിട്ടുള്ളത്. ഈ ബ്രീഡാവിയല്ലേ, കുട്ടികളാവും ഉണ്ടാവും. അതെ, ഓൾ മെയിൽ തിലേപ്പികളാണെങ്കിൽ മെയിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ.
ഇത് നമ്മൾ ഓൾ മെയിൽ തിലേപ്പി ആയതുകൊണ്ട് പ്രശ്നമുണ്ട്. പക്ഷേ നാച്ചുറൽ തിലേപ്പി ആണെങ്കിൽ 3 മാസം കഴിയുമ്പോഴേക്കും കുട്ടികൾ വരാൻ തുടങ്ങും. പിന്നെ ഫീമെയിൽ പെണ്ണുങ്ങൾ പിന്നെ വളരില്ല, അവരുടെ സ്റ്റണ്ടായി പോവും. ആണുങ്ങൾ മാത്രം വളരും. പിന്നെ ഫീഡിന് കോമ്പറ്റീഷൻ കൂടും. അപ്പോൾ വലുതിന് മാത്രം തീറ്റ കിട്ടുള്ളൂ, ചെറുതിന് ഒരിക്കലും തീറ്റ കിട്ടില്ല, അവരൊക്കെ സ്റ്റണ്ടായി പോവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ അതായത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർക്ക് ഒരു വലിയൊരു ഭീഷണിയാണ്. തന്നെയല്ല അത് വളരുകയില്ല, അധികം ഷണ്ടായി പോകും. വലുതിന് മാത്രം തീറ്റ എടുക്കാൻ കഴിയും. ഷൂട്ടേഴ്സിന് മാത്രമേ, ഷാർപ്പ് ഷൂട്ടേഴ്സിന് മാത്രമേ തീറ്റ കിട്ടുള്ളൂ. ഇപ്പോൾ ഈ വരാലും മുഴിയൊക്കെ എല്ലാവരും വളർത്തുന്നുണ്ടല്ലോ, ആഫ്രിക്കൻ മുഴിയൊക്കെ, അതൊക്കെ ഇതിന് വയബിളാണോ? തീർച്ചയായും എല്ലാ മീനും വയബിളാണ്. വരാലിന് വയബിലിറ്റി സ്റ്റഡി ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം വരാലിൻ്റെ FCR ഫീഡ് കൺവേർഷൻ റേഷ്യോ ഓൾമോസ്റ്റ് 1:1 ആണ്. അപ്പോൾ അതിന് വിസർജ്യം കുറയുമോ എന്നൊരു സംശയമുണ്ട്. വിസർജ്യം കുറയുകയാണെങ്കിൽ ചിലപ്പോൾ പച്ചക്കറികൾക്കൊന്നും കിട്ടില്ല. അപ്പോൾ അതിൻ്റെ സ്റ്റഡി ചെയ്യേണ്ടിയിരിക്കുന്നു. അത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് ഏറ്റെടുത്ത് ചെയ്യണം. അത് ഇതിലാവണമെന്ന് മനസ്സിലാക്കിയതിന് ശേഷമേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബയോഫ്ലോക്ക് മെത്തേഡ് ഉണ്ടല്ലോ, അത് അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? വളരെ വിഭിന്നമായിട്ടുള്ള അഭിപ്രായമുള്ളത്. കാരണം ബയോഫ്ലോക്ക് ഉണ്ടാക്കിയത് എൻ്റെ അഭിപ്രായത്തിൽ ശരിയല്ല. ഈ ചെമ്മീന് പിന്നെ ഡെട്രൈറ്റസ് ഈറ്റേഴ്സിന് ആണ് ബയോഫ്ലോക്ക് ശരിക്കും സക്സസ്ഫുൾ ആവുന്നത്. ഡെട്രൈറ്റസ് ഈറ്റേഴ്സ്, വേസ്റ്റ് തിന്ന് ജീവിക്കുന്ന ജീവികൾക്ക്. വേറെ ഉള്ളതിനെല്ലാം നമ്മൾ വേസ്റ്റ് കൊടുക്കുമ്പം അതിൻ്റെ ആരോഗ്യത്തിലും അതിൻ്റെ പോയിസണസ് ആയിരിക്കുമെന്ന് എനിക്കറിയില്ല. ശാസ്ത്രീയമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ശാസ്ത്രീയ അവബോധമൊന്നും ഇല്ലാതെ ഒരു ഹൈപ്പാണ് ബയോഫ്ലോക്സസ് എന്ന് ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് ആർക്കാണ് ഗുണം കിട്ടുന്നതെന്ന് അറിയില്ല. കാരണം ഒരുപാട് പ്രകൃതിക്ക് ദോഷമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈവൻ അക്വഫയറിന് നൈട്രജൻ അന്തരീക്ഷത്തിലേക്ക് വരുന്നുണ്ട് N2 ഫോമിൽ. അതുപോലെ തന്നെ ഭൂഗർഭ ജലത്തിലേക്കും നൈട്രജൻ പോകുന്നുണ്ട്. മൊബൈൽ എലമെൻ്റാണ്. അപ്പോൾ അത് എവിടെയൊക്കെയാണ് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് പറയാൻ കഴിയില്ല ഇപ്പോൾ. അപ്പോൾ ബയോഫ്ലോക്കിനെ പറ്റി ആധികാരികമായി ശാസ്ത്രീയ പഠനങ്ങൾ ഒരുപാട് നടക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ കഴിയുള്ളൂ. പക്ഷെ ഇപ്പം ഒരു ഹൈപ്പാണ്. അത് പല കർഷകരും പെട്ടുകൊള്ളിലാണ്. മീൻ വളർത്താനായിട്ടും വേണ്ടി മാത്രം ബയോഫ്ലോക്ക് ചെയ്യുന്നതിലൊരു അർത്ഥമില്ല. അതിന് പകരം ഒരു ആൾട്ടർനേറ്റീവ് ആണ് ഇൻ്റഗ്രേറ്റഡ് അക്വാപോണിക് സിസ്റ്റം. ആ വേസ്റ്റ് കൊണ്ട് നമുക്ക് പലതും ഉൽപ്പാദിപ്പിക്കാമല്ലോ. അവിടെ മീൻ വളർത്തൽ നടന്നുകൊണ്ടിരിക്കും, മറ്റുള്ളതും നടന്നുകൊണ്ടിരിക്കും. അതെ അതെ അതെ. അദ്വൈതാശ്രമത്തിന്റെ ഒരു ഭാഗമായിട്ട് നാരായണ ഹോം സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഏകദേശം 50-55 കുട്ടികളുണ്ട് ഇപ്പോൾ. അതിൽ അക്കാഡമിക്സ്, ആർട്സ്, അത്ലറ്റിക്സ് എന്ന് പറയുമ്പോൾ സൈക്ലിംഗ്, ഓട്ടം, നടത്തം, ഇതൊക്കെ എല്ലാ അവരുടെ സെൽഫ് ട്രാൻസ്ഫർമേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന, അവരെ പറ്റി അറിയുക, നോ യുവർ സെൽഫ് ദെൻ ട്രാൻസ്ഫോം യുവർ സെൽഫ്, അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ സർഗശേഷികൾ നമ്മൾ പുറത്തെടുക്കണം. അത് കലാപരമായിട്ടാണെങ്കിലും കായികപരമായിട്ടാണെങ്കിലും അക്കാദമിക് വിഷയങ്ങളിലാണെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാനുള്ളൊരു അവസരം ഒരുക്കുകയാണ് നാരായണ ഹോം സ്കൂളിലൂടെ ചെയ്യുന്നത്. മൊത്തം എത്ര പിള്ളേരാണുള്ളത്? ഇവിടെ ഇപ്പോൾ 55 കുട്ടികളാണ് ഉള്ളത്. അവർ രാവിലെ 7 മണിക്ക് എത്തും, 9 മണി വരെ 2 മണിക്കൂർ. വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് വരും, എന്നിട്ട് 5-5:30 വരെ ഇരിക്കും. ഇതിൽ അക്കാദമിക്സും ആർട്സും അത്ലറ്റിക്സും എല്ലാ വിഷയങ്ങളും അവർക്ക് താല്പര്യം നമ്മൾ മനസ്സിലാക്കണം. അവരുടെ ട്യൂഷനുണ്ട്. ട്യൂഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ഓവറോൾ ഡെവലപ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അക്കാദമിക്സ് മാത്രമല്ലല്ലോ. അപ്പൊ അവരുടെ 2 to 19 years ആണ്. അതെ 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 അതെ. 2 ഒക്കെ വരുന്നുണ്ടോ? ഇപ്പം ആയിട്ടില്ല, ഇപ്പൊ തുടങ്ങിയിട്ട് ഒരു വർഷമായുള്ളൂ. ഇത് നമുക്ക് 2 മുതൽ 19 വയസ്സുള്ള കാലഘട്ടത്തിൽ നമുക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കണ്ടീഷൻഡ് ആയി വരുമല്ലോ. പാരന്റൽ കണ്ടീഷനിങ് ആണെങ്കിലും സൊസൈറ്റൽ കണ്ടീഷനിങ് ആണെങ്കിലും രാഷ്ട്രീയ മതപരമായിട്ടുള്ള കണ്ടീഷനിങ് ഒക്കെ നടന്നിരിക്കും. 19 വയസ്സിന് മുമ്പ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ കേൾക്കും. നമുക്ക് എന്തെങ്കിലും പരിവർത്തനം നാട്ടിൽ കൊണ്ടുവരണമെങ്കിൽ ഈ പ്രായത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് മിലിറ്ററിയിലായിരുന്നു? ഞാൻ ആർമി എഡ്യൂക്കേഷൻ കോറാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഇവിടുന്ന് നന്ദിയോട്ടെന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് ഇന്ത്യൻ ആർമിയിൽ ടീച്ചറായിട്ട് കയറുന്നത്. എത്ര വർഷം ഉണ്ടായിരുന്നു അവിടെ? 20 വയസ്സിൽ കയറിയിട്ട് 28 വയസ്സ് വരെ ഉണ്ടായിരുന്നു. 8 വർഷമാണ് ഉണ്ടായിരുന്നത്. ഏത് വിഷയത്തിലായിരുന്നു? ആർമി എഡ്യൂക്കേഷൻ. BSc കഴിഞ്ഞത് മാത്തമാറ്റിക്സിലാണ്.
BSc മാത്തമാറ്റിക്സ്, പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ സൈക്കോളജി, ഡിപ്ലോമ ഇൻ ടീച്ചിങ് ഒക്കെയാണ് നമ്മുടെ ബിരുദം. അവിടെ പഠിപ്പിച്ച ഏത് വിഷയമാണ്? ആർമിയിൽ പഠിപ്പിക്കുന്നത് മാപ്പ് റീഡിങ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് അതായിരുന്നു എൻ്റെ വിഷയങ്ങൾ. മാപ്പ് റീഡിങ് പണ്ട് GIS സിസ്റ്റം ഒന്നും ഇല്ലല്ലോ. അപ്പം പട്ടാളക്കാരെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാപ്പ് നോക്കിയിട്ട് അയക്കുക, അവരുടെ റൂട്ട് റെക്കുകയും അതെല്ലാമാണ് മാപ്പ് റീഡിങ്ങിലൂടെ പഠിക്കുന്നത്. എവിടെയാണ്? കാശ്മീരിലോ? എവിടെയൊക്കെ? ആദ്യത്തെ പോസ്റ്റിങ് മധ്യപ്രദേശ് പച്ചമടി, അത് കഴിഞ്ഞ് പിന്നെ കാശ്മീർ ഒരു 3 വർഷം, മീററ്റ് ഒരു 3 വർഷം, അങ്ങനെ ഒരു 8 വർഷക്കാലമാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഈ ഒരു ആശയമൊക്കെ കിട്ടിയത്. അതെ അതെ അതെ. രാജ്യങ്ങളിലാണ് ഈ മലയാളം കൂടുതലായിട്ട് ചെയ്തിരുന്നത്. അമേരിക്ക, രാജ്യങ്ങളിൽ അതെ, അമേരിക്കയിലും ഡെവലപ്ഡ് നേഷൻസ്, ഓസ്ട്രേലിയ, കാനഡ, ഇവിടെയാണ് അക്വാപോണിക്സ് പ്രചരിതമായിട്ടുള്ളത്. ഇൻ്റഗ്രേറ്റഡ് അക്വാപോണിക്സ് സിസ്റ്റം 40 വർഷങ്ങൾക്ക് മുമ്പ്, 50 വർഷങ്ങൾക്ക് മുമ്പ് 1940-കളിൽ ഇന്ത്യയാണ് ഡെവലപ്പ് ചെയ്തത്. അതിന് ബംഗാൾ സിസ്റ്റം എന്നാണ് അന്ന് പേര്. അതെങ്ങനെ സംഭവിച്ചു? അതായത് ഇന്ത്യയിലാണ് ഈ സംഭവം, ഇതിന്റെ ശാസ്ത്ര പഠനം തുടങ്ങുന്നത് 1940-കളിൽ. അതിന്റെ ഡഗ്ലസ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞനാണ്, ബംഗാളിലാണ്, വെസ്റ്റ് ബംഗാളാണ് ചെയ്ത്, ഇന്ത്യയിലാണ്. അതായത് അതൊരു 10 വർഷക്കാലം ഇന്ത്യയിലെ ശാസ്ത്ര ഡെവലപ്മെന്റിന് ശേഷം പതുക്കെ അത് ഇസ്രായേലിലേക്ക് പോയി, അമേരിക്കയിലേക്ക് പോയി, അങ്ങനെയാണെന്ന് തോന്നുന്നു ഡോക്ടർ മാർക്കിന് ഇത് കിട്ടിയത്. അങ്ങനെ ഡോക്ടർ മാർക്കാണ് 1984 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഇത് ഇന്ത്യയുടെ സംഭാവനയാണ്. തീർച്ചയായിട്ടും അതെ അതെ അതെ. ഇതിന്റെ കണ്ടുപിടുത്തം അങ്ങനെ ഒരു പബ്ലിഷ് ഡോക്യുമെന്റ് ആയിട്ടില്ലെങ്കിലും ഇതിന്റെ പ്രവർത്തനം മുഴുവൻ തുടങ്ങുന്നത് ഇന്ത്യയിലാണ്. അതെ, ഇന്ത്യക്കൊരു ക്രെഡിറ്റ് ആണ്. ആണ്. സാർ എഴുതിയ ബുക്കാണോ? സാറിന്റെ ബുക്കാണോ? അല്ലല്ല, ഇതാണ് ആദ്യത്തെ ഇന്ത്യയിൽ വെച്ച് നടന്ന റിസർച്ചുകളുടെയും ഡെവലപ്മെന്റിന്റെയും ഒരു പുസ്തകമാണിത്. ഷോൾട്ടോ ഡഗ്ലസിന്റെ ഹൈഡ്രോപോണിക്സ് എന്നുള്ളൊരു ബുക്കാണിത്. അന്ന് അറിയപ്പെട്ടിരുന്നത് ബംഗാൾ സിസ്റ്റം എന്നാണ്. ഇപ്പോഴും ബംഗാളിൽ നല്ലോണം ചെയ്യുന്നുണ്ട്. ഇല്ലില്ല, ഇത് ശാസ്ത്ര പഠനം മാത്രമായിരുന്നു 10 വർഷക്കാലം. അത് കഴിഞ്ഞ് അത് പിന്നെ ഇസ്രായേലിലേക്ക് പോയി. 1975 ഇറങ്ങിയതാണ് ഇത്. ഇന്ത്യയിൽ നിന്നാണ് ഇസ്രായേലിലേക്ക് പോയത്. അതെ അതെ, ഇന്ത്യയിലാണ് ഇതിന്റെ ഹൈഡ്രോപോണിക്സിന്റെ മൊത്തം ഡെവലപ്മെന്റ്, ശാസ്ത്രീയ പഠനങ്ങൾ മൊത്തം നടക്കുന്നത്. അവിടെ നിന്നാണ് അത് ഇസ്രായേലിലേക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞ് അമേരിക്കയും അതുപോലുള്ള ഡെവലപ്ഡ് നേഷൻസ് ഒക്കെ ഇതിനെ ഏറ്റെടുത്തു പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ അക്വാപോണിക്സിൻ്റെയും കണ്ടുപിടുത്തം നടക്കുന്നത് 1985 കാലഘട്ടങ്ങളിൽ. ഏത് യൂണിവേഴ്സിറ്റിയാണ് നടത്തിയത്? ഏതാണ് ആദ്യം നടത്തിയ യൂണിവേഴ്സിറ്റിയുടെ പേര് നോക്കുകയാണെങ്കിൽ പേര് ഓർമ്മില്ല. ബംഗാളിലുള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കും. എന്താണ്? കൽക്കട്ട യൂണിവേഴ്സിറ്റി ആയിരിക്കും. ഡാർജിലിംഗ്, മെറിക്, ഇവിടെ ഹൈഡ്രോപോണിക് ആൻഡ് ഫിഷ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ഉണ്ടായിരുന്നു. കമാൽ കുണ്ട്ലയും, ഹൗറ, വെസ്റ്റ് ബംഗാൾ. ഫിഷ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് പ്ലസ് ഹൈഡ്രോപോണിക്സ്. ഇതാണ് 1940-കളിൽ തുടങ്ങിയതാണ്. അവിടെ എല്ലാം ഈ പുസ്തകത്തിലെല്ലാം കൊടുത്തിട്ടുണ്ട്, ഫുൾ ഡീറ്റെയിൽ ഉണ്ട് ഇതിനകത്ത്. സാറിന് പുസ്തകം എവിടെ നിന്ന് കിട്ടിയത്? ഇത് അമേരിക്കയിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. ഐ ഗോട്ട് ഇറ്റ് ഫ്രം അമേരിക്ക. ഓൺലൈൻ പർച്ചേസ് ചെയ്തു. 1600 രൂപയാണ്. സാർ അമേരിക്ക പോയത് റിസർച്ചിന് കൂടിയോ? ഞാൻ പോയിട്ടില്ല. 10,000 വർഷം നമ്മൾ ശാസ്ത്രീയമായി കൃഷി ഡെവലപ്പ് ആയത് കഴിഞ്ഞ 100 വർഷത്തിലാണ്. ഈ കഴിഞ്ഞ 100 വർഷത്തിൽ ആദ്യം തുടങ്ങുന്ന ഒരു ശാസ്ത്രീയ കൃഷി രീതിയാണ് ഹൈഡ്രോപോണിക്സ്. ഹൈഡ്രോപോണിക്സ് എന്നാൽ രാസപദാർത്ഥങ്ങൾ ലിക്വിഡ് ഫോമിലാക്കി കൃഷി ചെയ്യുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്.
നാച്ചുറൽ ഫാമിങ് ഒന്നും ചെയ്യാതെ പ്രകൃതിദത്തമായ കൃഷിയാണ് പ്രകൃതി കൃഷി, നാച്ചുറൽ ഫാമിങ്. പിന്നെ മീൻ വളർത്തുന്ന ഒരു കൃഷിയുണ്ട്, അത് റീസർക്കുലേറ്റിംഗ് അക്വാകൾച്ചർ സിസ്റ്റം. അവിടെ മീൻ വളർത്താനാണ് ഫോക്കസ്. ഈ 3 കൃഷി രീതിയെയും സമന്വയിപ്പിക്കുന്ന ഒരു കൃഷിയാണ് ഇൻ്റഗ്രേറ്റഡ് അക്വാപോണിക് സിസ്റ്റം. അപ്പോൾ നമ്മൾ മീൻ വളർത്തുന്നു, മീൻ വളർത്തുമ്പോൾ കിട്ടുന്ന മീനിൻ്റെ മാലിന്യങ്ങൾ പച്ചക്കറിക്കും പഴവർഗ്ഗങ്ങളും വളർത്താനായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇതിൽ സോഫിസ്റ്റിക് ആയിട്ടുള്ള ഇറ്റ്സ് നോട്ട് എ റോക്കറ്റ് സയൻസ്. പലരും ഇത് വിചാരിക്കുന്ന ഒരു വലിയ റോക്കറ്റ് സയൻസ് ആണ്. ഇതിലൊന്നുമില്ല. നന്നായിട്ട് മീൻ വളർത്താൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാലിന്യം കളക്ട് ചെയ്ത് നമുക്ക് പച്ചക്കറികൾക്കും പഴവർഗ്ഗങ്ങൾക്കും കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കെമിക്കൽ രാസപദാർത്ഥം ഇല്ലാതെ കൃഷി ചെയ്യാൻ കഴിയും. അതാണ് ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. 1 സെൻറ്റ് 2 സെൻറ്റ് തുടങ്ങി ഇവിടെ ഇപ്പോൾ നടക്കുന്നത് 15 സെൻറ്റാണ്. നമുക്കിപ്പോൾ കാണാൻ പോവാം. 15 സെൻറ്റിൽ ഇത് തുടങ്ങിയത് 2005-ലാണ്. ഇപ്പോൾ ഏകദേശം 8 വർഷത്തോളമായി. ആദ്യത്തെ 4-5 വർഷം എൻ്റെ അനുജനാണ് ചെയ്ത്. ഇപ്പം ഞാനത് ഏറ്റെടുത്തു. ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ് ദ വീനസ് പ്രൊജക്റ്റ്. ഇത് അമേരിക്കയിലാണ് നടക്കുന്നത്. ദ വീനസ് പ്രൊജക്റ്റ് ഫ്ലോറിഡയിലാണ് നടക്കുന്നത്. അതിൻ്റെ ഹെഡ് ഓഫീസ്. വീനസ് പ്രൊജക്റ്റിൻ്റെ ലീഡ് അഗ്രികൾച്ചറിസ്റ്റാണ് ഞാൻ. അപ്പോൾ വീനസ് പ്രൊജക്റ്റിൻ്റെ ഒരു മാതൃക, ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നന്ദിയോട്. അപ്പോൾ അതിൽ ഏതൊക്കെ മീൻ നമുക്കിതിലൂടെ കൊണ്ടുവരാൻ കഴിയും, ഏതെല്ലാം പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, എങ്ങനെ ഇതിനെ ലോ കോസ്റ്റ് ആക്കാൻ കഴിയും, എങ്ങനെ ജനകീയമാക്കാൻ കഴിയും എന്നുള്ള ശാസ്ത്രീയ പഠനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിറ്റി സപ്പോർട്ട് അഗ്രികൾച്ചർ എന്നുള്ള പുതിയ സമ്പ്രദായം ഡെവലപ്പ് ചെയ്തതായിട്ട് അറിയുന്നു. CSA. അതെ, അതേക്കുറിച്ചൊന്ന് പറയാമോ സാർ? CSA പുതിയ സംരംഭമല്ല. ശരിക്കും അമേരിക്കയിലും ഡെവലപ്ഡ് നേഷൻസിലും വളരെ പ്രചാരം കിട്ടിയൊരു കൃഷി സമ്പ്രദായമാണ് CSA, കമ്മ്യൂണിറ്റി സപ്പോർട്ടഡ് അഗ്രികൾച്ചർ. ഇവിടെ കൃഷിക്കാർ കൃഷി ചെയ്യുന്നത് സ്വന്തം ആവശ്യത്തിനോ പണം ഉണ്ടാക്കാനല്ല, പക്ഷേ ഒരു സമുദായത്തെ അല്ലെങ്കിൽ സമൂഹത്തിന് ആവശ്യമായ പോഷകമായ ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കർമ്മം. അപ്പോൾ അതിലാദ്യം എത്ര പേരാണ് CSA സബ്സ്ക്രൈബർ ആയിട്ട് എടുക്കുന്നത്, 10 പേരോ 20 പേരോ 50 പേരോ ഉള്ള ഒരു സമുദായം ക്രിയേറ്റ് ചെയ്യുന്നു. അവരോട് ചോദിക്കുന്നു എന്തെല്ലാം പച്ചക്കറികൾ നിങ്ങൾക്ക് വേണം, എന്തെല്ലാം ഇവിടെ ഉൽപ്പാദിപ്പിക്കണം, ഏത് മീനാണ് വേണ്ടത്. അവർക്ക് വേണ്ടതെല്ലാം ഉൽപ്പാദിപ്പിച്ച് എല്ലാ ആഴ്ചകളിലും അവർ വീട്ടിലെത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിറ്റി സപ്പോർട്ടഡ് അഗ്രികൾച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സപ്പോർട്ടിങ് സബ്സ്ക്രൈബേഴ്സ് ഒരു മാസത്തേക്ക് ആവശ്യമുള്ള അവരുടെ പച്ചക്കറികളുടെയും മീനിൻ്റെയും അതിൻ്റെ തുക അല്ലെങ്കിൽ ധനം ആദ്യമേ തന്നെ തരുന്നു, സബ്സ്ക്രൈബറായിട്ട് ചേരുന്നു. അവർക്ക് ആവശ്യമുള്ളത് എല്ലാ ആഴ്ചയും എത്തിച്ചു കൊടുക്കുന്നു. ഇത് ഞങ്ങൾ ആദ്യം തുടങ്ങുമ്പോൾ 5 കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് തുടങ്ങിയത്. അത് 10 പേരായി, 28 കുടുംബങ്ങളോട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഈ 28 കുടുംബങ്ങളെയും സപ്പോർട്ട് ചെയ്യാനുള്ള പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് ഈ 15 സെൻറ്റ് പോരാന്ന് മനസ്സിലായി. ഇനി അതിന് ആ സ്ഥലം കൂട്ടാനുള്ള ഒരു പ്രക്രിയയിലാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതന്നെ 28 കുടുംബങ്ങളെയാണ് സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞത്. അതായത് 2 കിലോ മീനും 10 കിലോ പച്ചക്കറിയും എല്ലാ ആഴ്ചകളിലും ഈ കുടുംബങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. അതായിരുന്നു ഉദ്ദേശം. കെമിക്കൽ ഇല്ലാത്തത്. അതെ 100% അല്ലെങ്കിൽ 200% ഓർഗാനിക് എന്ന് പറയാം. കാരണം ജൈവം എന്ന പേരാണെങ്കിലും ജൈവം അല്ലാത്ത പ്രൊഡക്റ്റുകളാണ് മാർക്കറ്റിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മീനിന് തീറ്റ കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ മീനിൻ്റെ തീറ്റ പോലും 80% ഓൺ ഫാം ഇൻപുട്ടാക്കാൻ കഴിഞ്ഞു. അതായത് ഈ വീനസ് പ്രൊജക്റ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മീനിൻ്റെ തീറ്റ പോലും നമ്മൾ രാസപദാർത്ഥം ഇല്ലാത്ത ഫാക്ടറിയിൽ നിന്ന് വാങ്ങിക്കാത്ത കൊമേഴ്ഷ്യൽ ഫിഷ് ഫീഡിന് പകരം നമ്മൾ ഓൺ ഫാം ഫിഷ് ഫീഡ്, മുരിങ്ങയില, കൊളക്കേഷ്യ, ചേമ്പിൻ്റെ ഇല, വളരുമോ? അങ്ങനെയാണ് മീൻ വളരുന്നത്. അതെ, കെമിക്കൽ ഫീഡ് ഇപ്പോൾ നമ്മൾ 100% കെമിക്കൽ ഫീഡ് കൊടുത്തുകൊണ്ടിരുന്ന സ്ഥലത്ത് 80% ഇലോട്ട് മാറ്റി. ഇപ്പോൾ ഇനിയിപ്പോൾ 20% കൂടി ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ടില്ല. കാരണം ചായമൻസ അതുപോലെ തന്നെ മുരിങ്ങയിലും ചായമൻസയിൽ പ്രത്യേകിച്ച് ഒരുപാട് മാംസ്യം അടങ്ങിയിട്ടുണ്ട്, പ്രോട്ടീൻ. അപ്പോൾ അതൊരു ഈ ഫിഷ് മീലിന് നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ചായമൻസ ഒരുപാട് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതെ, ചായമൻസ ഒരുപാട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കൊളക്കേഷ്യയുണ്ട്, ചേമ്പുണ്ട്, പിന്നെ മുരിങ്ങയിലയുണ്ട്, പിന്നെന്താണ് അവിടെ ഉള്ളത്, അങ്ങനെയുള്ള അസംസ്കൃത ഇലവർഗ്ഗങ്ങളാണ് കൊടുക്കുന്നത്. ഏതൊക്കെ മീനുകളാണ്?
ഈ പ്രൊജക്റ്റിൽ വീനസ് ഫ്ലൈറ്റിൻ്റെ പ്രൊജക്റ്റിൽ നൈൽ തിലേപ്പിയാണ് ഇട്ടിട്ടുള്ളത്. അത് വളർന്ന് ഇപ്പോൾ വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നു, വിതരണം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. നൈൽ തിലേപ്പിയ, നൈലോട്ടിക്ക. അതെ. അനവാസ് ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്. അനവാസും നന്നായി വിജയിച്ചൊരു മത്സ്യമാണ്. പിന്നെ ഈ ജയന്റ് ഗൗരാമി എന്നുള്ളത് പരീക്ഷണം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ R&D അതിൻ്റെ ഫീഡിങ് ട്രയലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എത്ര മീൻ കഴിക്കുന്നുണ്ട്, എത്ര വളരുന്നുണ്ട് എന്നുള്ളൊരു ട്രയലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കുളവാഴ തിന്നുന്ന ഏതെങ്കിലും മീനാണ്? കുളവാഴ തിലേപ്പിയ തിന്നും, പക്ഷെ അതിന് അത്ര കൃത്യമല്ല, അത്ര താല്പര്യമില്ലാതെയാണ് അത് കഴിക്കുന്നത്. വേറെ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതെ അതെ അതെ. കുളവാഴ മാത്രം തിന്നുന്ന മീൻ എനിക്ക് എൻ്റെ പരിചയത്തിലില്ല. ഈ അക്വാപോണിക്സ് നടത്തിയിട്ട് പരാജയപ്പെട്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം പലരും അക്വാപോണിക്സ് തുടങ്ങുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, അല്ലാതെ കൃഷിയോടുള്ള താല്പര്യം കൊണ്ടോ കൃഷി പരിചയം അല്ലെങ്കിൽ ചരിത്രപരമായി കൃഷിയോട് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് തുടങ്ങുന്നത്. പണം ഉണ്ടാക്കാനുള്ള എളുപ്പമാർഗമായിട്ടാണ് തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു അതാണ് പ്രധാന കാരണം. ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങണം. സ്വന്തം ആവശ്യത്തിന് അവനവന് വേണ്ടിയിട്ടും അവനവൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും ഒരു ഭക്ഷ്യോൽപാദനം എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ട് ഒരു കുടുംബത്തിനും കൂടി സപ്പോർട്ട് ചെയ്യുക, പിന്നെ 10 കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഒരു 100 കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ആയി വരികയാണെങ്കിൽ ഇത് ഫെയിലിയർ ആവില്ല. പക്ഷെ ആദ്യം തന്നെ മാർക്കറ്റിലേക്കുള്ള പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റായിട്ടാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഫെയിലിയർ ആവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃഷി ഒരിക്കലും ഫെയിലിയർ അല്ല. പക്ഷേ ഈ കൃഷിയുടെ ഈ ഒരു എന്താ പറയുക, ഒരു ചിന്ത, എന്തിനാണ് ഈ കൃഷി ചെയ്യുന്നത്, അതിനെ അടിസ്ഥാനമാക്കിയിരിക്കും. മറ്റു സ്ഥലങ്ങളിൽ ഈ പ്രോജക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ? ഒരുപാട് പേര് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവിടെയാണ് പ്രശ്നവും. ഇത് ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും ആയതുകൊണ്ട് പലരും കോപ്പി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, പക്ഷെ ശരിയായ രീതിയിൽ കോപ്പി ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കോപ്പി റൈറ്റ് എന്നാണ് ഞാൻ എപ്പോഴും പറയുക. നന്നായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം എത്ര വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം കട്ടായി